ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ്. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാനും, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം, കുറേ നാളായോ, ഏകദേശം 2 ദിവസമായെന്ന് തോന്നുന്നു, അതിനുശേഷം ഞാൻ വീണ്ടും ലോങ് വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് വീഡിയോയിൽ വന്ന് മുഖം കാണിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് കുറച്ച് ഓർഡേഴ്സിൻ്റെയൊക്കെ വന്ന് കിടപ്പുള്ളത് കൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് ഐറ്റംസ് വേണം. അപ്പോൾ അത് വന്ന് കിടപ്പുള്ളത് കൊണ്ട് നമ്മൾ അതിൻ്റെ വർക്കിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടുള്ള ഒരു കുറച്ച് ഇയറിങ്സ് ആണ്, ഹൂപ്പ് ഇയറിങ്സ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത്യാവശ്യം ഈ ടൈപ്പ് ഇയറിങ്സ് ഒക്കെ ആണെങ്കിൽ കടകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്ക് പണ്ട് ഇതുപോലത്തെ ഒരു കമ്മലുണ്ടായിരുന്നു, ഡാർക്ക് ഗ്രീൻ കളറിലെ ഒരു കമ്മലുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് അന്ന് അറിയത്ത് പോലും ഇല്ലായിരുന്നു ആ ഒരു സാധനം ഗ്ലിറ്റർ ട്യൂബാണെന്നുള്ള കാര്യം. ഇത് ഈ ഒരു സാധനമാണ് ഗ്ലിറ്റർ ട്യൂബ്. കുറേ പേർക്കെങ്കിലും ഇത് അറിയായിരിക്കും. നമ്മൾ ഹെയർ ബോയിലൊക്കെ ചെയ്യുന്ന ആ ഒരു ഗ്ലിറ്റർ ട്യൂബാണ്. ഇത് വെച്ചിട്ട് നമുക്ക് മാല ഉണ്ടാക്കാം, കമ്മലുണ്ടാക്കാം, പല ടൈപ്പിലുള്ള ഇയറിങ്സ് ഉണ്ടാക്കാം. മാലകളൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ഇയറിങ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കാം. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള കമ്മലുകളല്ല, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള മാലകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഈ ചെരുപ്പിൻ്റെ സ്ട്രാപ്പ് ഉണ്ടല്ലോ, ആ സ്ട്രാപ്പ് അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മളിത് ഇത് സ്ലോ ആയിട്ടാട്ടോ, ഇതെൻ്റെ നോർമൽ വീഡിയോയുടെ സ്പീഡാണ്. സാധാരണ ഞാൻ എല്ലാ വീഡിയോസും ഇടുമ്പോഴും കുറച്ച് സ്പീഡൊന്നും ആക്കിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇതാകെ ഇച്ചിരി ഉള്ളൊരു വീഡിയോ ആണ്, കുറച്ചൊന്ന് ലാഗ് അടിക്കട്ടെ എന്ന് വിചാരിച്ചൊന്ന് ഇട്ടതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഗ്ലിറ്റർ ട്യൂബ്. ഹൂപ്പ് ഇയറിങ്സ് എന്ന് പറഞ്ഞേക്കുന്നത് നമുക്കാണെങ്കിൽ പല സൈസിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും. വലുതും ഉണ്ട്, ചെറുതും ഉണ്ട്, കുറച്ചുകൂടെ വലിയ സൈസും ഉണ്ട്, ബിഗ് ഹൂപ്സും ഉണ്ട്, അതുപോലെ തന്നെ ചെറിയ തീരെ കുഞ്ഞിതുണ്ട്, മീഡിയം സൈസും ഉണ്ട്. അപ്പം ഈ ഹൂപ്പ് ഇയറിങ്സ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് മോത്തിയിൽ നിന്നും, അതുപോലെ തന്നെ മറ്റേ ഗ്ലിറ്റർ ട്യൂബ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ക്ലിപ്സ് ആൻഡ് ബോസ് ബൈ വാമീസിൽ നിന്നുമാണ്. അപ്പം ഞാൻ കുറേ അങ്ങ് വാങ്ങിച്ചായിരുന്നു. അപ്പം എനിക്ക് മീറ്റർ കണക്കായതുകൊണ്ട് എത്ര വരുമെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഏകദേശം എനിക്കൊന്ന് 4-5 മീറ്റർ വെച്ചിട്ട് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പം ബോയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം യൂസ്ഫുൾ ആയിരിക്കും ക്ലിപ്സ് ആൻഡ് ബോസ് ബൈ വാമീസ് എന്ന് പറഞ്ഞ പേജൊക്കെ. അപ്പം മെറ്റീരിയൽസ് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നുള്ള ബേസിക് ആയിട്ടുള്ളതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഇതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ തന്നെ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് വെളിയിലുള്ളതൊന്നും അത്ര ട്രസ്റ്റഡ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ തന്നെ കോൺടാക്ട് ചെയ്തിടത്തൊക്കെ ആണെങ്കിലും കൂടുതലായിട്ടും അവർ 3000-2000-നൊക്കെയാണ് ഹോൾസെയിലായിട്ട് ഇങ്ങോട്ട് അയക്കുന്നത്. അപ്പം നമുക്ക് റീറ്റെയിൽ പ്രൈസിന് അവിടെ നിന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല. അത് വലിയൊരു പ്രശ്നമാണ്. പിന്നെ അവരിങ്ങോട്ട് അയക്കുമോ ഒന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ സ്റ്റോർസിൻ്റെ പേരുകളൊന്നും പറയാത്തത് തന്നെ. അഥവാ ഇനി പറഞ്ഞു കഴിഞ്ഞിട്ട് സാധനം വരാതെ ഇനി പൈസ പോയി കഴിഞ്ഞാൽ അതിലും വലിയ പ്രശ്നമല്ല. അപ്പം നമുക്കത് അറിയാവുന്നിടത്തുനിന്ന് നമ്മൾ വാങ്ങിച്ച് നമ്മുടേതായ ക്രിയേറ്റിവിറ്റിയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അത്യാവശ്യം മേക്കിംഗ് മെറ്റീരിയൽസൊക്കെ നമുക്ക് ക്ലിപ്സ് ആൻഡ് ബോസ് ബൈ വാമീസിലും അതുപോലെ തന്നെ മോത്തിയിലും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് അല്ലാതെ വേണമെങ്കിൽ വെളിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, നിങ്ങളുടേതായ രീതിയിൽ വെളിയിൽ നിന്ന് സെർച്ച് ചെയ്ത് പർച്ചേസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പം എല്ലാ വീഡിയോയിലും ഞാൻ മെറ്റീരിയൽസിൻ്റെ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിൽ കൂടുതൽ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയത്തില്ല കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ഹൂപ്പ് ഇയറിങ്സ് സെറ്റ് ചെയ്യുന്നത്. ഇതുപോലെ ജസ്റ്റ് ആ ഒരു ഗ്ലിറ്റർ ട്യൂബ് എടുത്തിട്ട് ഇതിലേക്കൊന്ന് വലിച്ചങ്ങ് ഇട്ടാൽ മതി, അത്ര മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ചെയ്യാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു കമ്മലൂടെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് ഇങ്ങനത്തെ ഹൂപ്പ് ഇയറിങ്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് അത് മനസ്സിലാവും. കാരണം ഞാൻ ഈ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് സ്കിപ്പ് ചെയ്തിട്ട് മീൻസ് ഞാൻ ഒത്തിരി സ്പീഡാക്കിയിട്ടില്ല, നോർമൽ സ്പീഡിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. സ്പീഡ് കൂട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ലാഗ് അടുപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കേട്ടോ. എനിക്കിങ്ങനെ ബ്ലാ സംസാരിക്കണമെന്നും അറിയത്തില്ല കേട്ടോ. അത്യാവശ്യം കുറച്ച് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ അപ്പം കഴിഞ്ഞ വീഡിയോയ്ക്കകത്താണ് ഞാൻ ഉറക്കം തൂങ്ങിയായിരുന്നു വീഡിയോ ചെയ്തത്. സത്യം പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എനിക്ക് ഉറക്കം വന്നിരിക്കുമായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും റെക്കോർഡ് ചെയ്തിട്ട് പോയി കിടന്ന് ഉറങ്ങണമെന്നുള്ള ആ ഒരു ചിന്തയിലായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഇട്ടത്. എനിക്ക് തോന്നുന്നു 2-3 ദിവസം മുന്നേ ആണെന്ന് തോന്നുന്നു. അതെന്തുമായിരുന്നു, ത്രെഡിൻ്റെ എന്തോ കമ്മലാണെന്ന് തോന്നുന്നു, എന്തോ ഒരു കമ്മലോ എന്തോ സംഭവം, കമ്മല കമ്പി വെച്ചിട്ടുള്ള കമ്മലായിരുന്നു. അപ്പോൾ ഇങ്ങനെ
ചെറിയ ചെറിയ രീതിയിലൊക്കെ അപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് അതായത് ജ്വല്ലറി മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആദ്യമായിട്ട് ചെയ്ത കമ്മലെന്ന് പറഞ്ഞേക്കുന്നത് ഈ ഒരു ഹൂപ്പ് ഇയറിങ്സ് ആണ്, ബീഡ്സ് വെച്ചിട്ടുള്ള ഹൂപ്പ് ഇയറിങ്സ് ആണ്. അപ്പോൾ ഈ ഹൂപ്പ് ഇയറിങ്സിനൊക്കെ ഇപ്പോഴും ഭയങ്കരമായിട്ട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഔട്ട് ഓഫ് ഫാഷൻ ഒന്നും അല്ല ഹൂപ്പ് ഇയറിങ്സ് ഒന്നും. പണ്ട് മുതലേ ഹൂപ്പ് ഇയറിങ്സ് ഒരു ഭയങ്കര തരംഗം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയും. ആ തരംഗം ഇപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതുപോലെ തന്നെ വേറൊരു ഐറ്റവും കൂടെ ക്ലിപ്സ് ആൻഡ് വാസ് ബൈ വാമീസിലുണ്ട്. ഗ്ലിറ്റർ ട്യൂബ് പോലെ തന്നെ ബബിൾസ് പോലിരിക്കുന്ന ഒരു ഗ്ലിറ്റർ ബബിൾസ് പോലിരിക്കുന്ന ബബിൾ ട്യൂബ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു സാധനങ്ങളുണ്ട്. നമ്മൾ ബോയിലൊക്കെ വെക്കുന്ന സാധനം തന്നെയാണ്. അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ക്രിയേറ്റീവായിട്ട് ഇയറിങ്സ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഇയറിങ്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മിന്ത്രയിലും അതുപോലെ തന്നെ അങ്ങനത്തെ വെബ്സൈറ്റുകളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. അപ്പം നമ്മൾ തന്നെ വേണം എല്ലാ സോഴ്സും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. വേറെ ആരും ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുകയേ വേണ്ട. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടേതായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഒരിക്കലും മറ്റൊരാളെ കണ്ടോ അല്ലെങ്കിൽ എന്താണ് അവർക്ക് സെയിൽ നടക്കുന്ന പോലെ നമുക്കും നടക്കുമെന്ന് വിചാരിച്ചോ ഒന്നും ഇതിലേക്ക് ഇറങ്ങരുതെന്ന് എനിക്ക് പറയാനായിട്ടുള്ളൂ. കാരണം നമുക്ക് ബിസിനസ്സാണ്, എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇത്രയും ഇയറിങ്സ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും വളരെ സൂക്ഷിച്ചൊക്കെ വേണം ഇതിലിറങ്ങാൻ വേണ്ടിയിട്ട്. പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇറങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ ധൈര്യപൂർവ്വം ഇറങ്ങുക എന്നുള്ളതേ ഉള്ളൂ. അവനവൻ്റെ റിസ്കിൽ ഇറങ്ങുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിലെങ്കിൽ മുന്നോട്ട് പോകാൻ എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഞാനൊക്കെ ആണെങ്കിലും ഒരുപാട് കളിയാക്കലുകളും ഒക്കെ കേട്ടിട്ടാണ്, കുത്തുവാക്കുകളും ഒക്കെ കേട്ടാണ് നമ്മൾ ഈ ഒരു ഇത്രയും വരെയൊക്കെ എത്തി നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയും. എത്ര വരെയെന്ന് എനിക്കറിയത്തില്ല, എന്നാലും കുറച്ചൊന്ന് എത്തി നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം ഡിയേഴ്സ്. ബൈ.